പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. കണ്ണൂരിലെ കൊട്ടേഷൻ സംഘങ്ങളുമായി CPM-ന്റെ നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പത്രപ്രസ്താവനയുമായി തന്നെ ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. ചെങ്കൊടി തണലിൽ കൊട്ടേഷൻ സംഘങ്ങൾക്കൊന്നും നിലനിൽക്കാൻ കഴിയില്ല, അതിനെ എതിർക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പത്രക്കുറിപ്പുമായി ബിനോയ് വിശ്വം രംഗത്ത് വന്നു. ഒരു പരാമർശം പത്രസമ്മേളനം നടത്തുകയല്ല ചെയ്തു, ഒരു പത്രക്കുറിപ്പ് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനെ തുടർന്ന് പത്രസമ്മേളനത്തിൽ അദ്ദേഹം വൗച്ച് ചെയ്തു. അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങൾ, ഈ പത്രക്കുറിപ്പ് CPM-നകത്ത് തന്നെ വലിയ തോതിലുള്ള അതൃപ്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പത്രവാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം CPM ഈ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റ വിഷയങ്ങളിൽ വലിയ തോതിൽ ദുരിതം അനുഭവിക്കുന്നതിനിടയിൽ ശവത്തിന്മേൽ കുത്തുന്നത് പോലെയായിപ്പോയി ഈ ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രസ്താവന എന്നുള്ള വിവരമാണ് ഇപ്പം പത്രവാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ശ്രീമാൻ ബിനോയ് വിശ്വം ഇത്ര പെട്ടെന്ന് CPM നേതൃത്വത്തിനെതിരെ ഇത്രയും ഔട്ട്വേർഡായിട്ട് തന്നെയുള്ള കർശനമായ നിലപാടിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. കാരണം പരസ്യമായി കണ്ണൂർ ലോബിക്ക് കണ്ണൂരിലുള്ള നേതാക്കന്മാർക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്തും കള്ളക്കടത്ത് പൊട്ടിക്കൽ സംഭവങ്ങളൊക്കെയായി ബന്ധമുണ്ട് എന്ന് നേർക്കുനേർ പറഞ്ഞിരിക്കുകയാണല്ലോ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണല്ലോ. അപ്പോൾ അങ്ങനൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇത്ര പെട്ടെന്ന് ബിനോയ് വിശ്വം CPM-നെതിരായി ഇത്രയേറെ കടുത്ത ഒരു നിലപാടുമായി വരാനുള്ള കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, അങ്ങനെ ഒരു കടുത്ത നിലപാടുമായി ഇത്ര പെട്ടെന്ന് പൊടുന്നനെ CPM-നെതിരായിട്ട് ബിനോയ് വിശ്വം രംഗത്ത് വന്നതിൻ്റെ ഒരു കാരണക്കാരൻ ഞാനാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ അവകാശവാദമാണ് എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. അത് ഞാൻ പറയാനുള്ള കാരണവും കൂടി വിശദീകരിക്കുക, അതിനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിനോയ് വിശ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വീഡിയോകൾ ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ജനങ്ങളും CPI-യുടെ അണികളും പിണറായി വിജയനെ കൊത്തിക്കീറുമ്പോൾ പിണറായി വിജയന് ഒരു സംരക്ഷിത വലയം തീർക്കുകയായിരുന്നു ബിനോയ് വിശ്വം എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ. അത് ചെയ്യാനുള്ള എൻ്റെ പ്രകോപനം എന്ന് പറയുന്നത്, CPI-യുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെതിരെയൊക്കെ തന്നെ വലിയ വിമർശനം ഉണ്ടാകുന്ന സമയത്ത് ഏഷ്യാനെറ്റിൽ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് പിണറായി വിജയനെ ചേർത്ത് പിടിക്കാൻ, എംബ്രേസ് ചെയ്യാൻ ബിനോയ് വിശ്വം ഒരു ശ്രമം നടത്തിയതിൽ പ്രകോപിതനായിട്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ ആദ്യാവസാനം പിണറായി വിജയനെ ന്യായീകരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. അത് ന്യായീകരിക്കുന്ന സമയത്തൊക്കെ തന്നെ CPM-ന്റെ ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അജയ് ഘോഷുമായി ഏഷ്യാനെറ്റിൽ നടത്തിയ ഇൻ്റർവ്യൂവിൽ പിണറായി വിജയൻ അഴിമതി നടത്തുമെന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായി പിണറായി വിജയൻ അഴിമതി നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയും, പിണറായി വിജയൻ സർക്കാരിൽ ചെയ്തിട്ടുള്ള പിണറായി വിജയൻ്റെ ഭാഗത്തുള്ള തെറ്റായ നടപടികളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആർക്കും മനസ്സിലാവാത്ത നിലയിൽ പിണറായി വിജയനെ ന്യായീകരിക്കുകയും ഒക്കെയാണ് ബിനോയ് വിശ്വം അന്ന് ചെയ്തത്. ആ പത്രസമ്മേളനത്തിൽ തന്നെ പിണറായി വിജയൻ CPM-ൽ നിന്നൊരു സീറ്റ് തങ്ങൾ മേടിച്ചതൊരു വലിയൊരു വിജയമല്ലേ, അതിന് നമ്മൾ CPM-നെ അംഗീകരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPI-യുടെ ജില്ലാ സമ്മേളനങ്ങളിൽ പിണറായി വിജയനെതിരായി വലിയ വിമർശനങ്ങൾ വരുമ്പോഴും പിണറായി വിജയനെ സംരക്ഷിച്ച് ചേർത്ത് പിടിച്ച് ചിറകിനടിയിൽ ഒളിപ്പിക്കാൻ വേണ്ടി ബിനോയ് വിശ്വം നടത്തിയിട്ടുള്ള നഗ്നമായൊരു നീക്കത്തിനെതിരായിട്ടുള്ള പ്രകോപനം എന്നുള്ള നിലയിലായിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തത്. അതിനുശേഷവും CPI-യുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. എന്നിട്ടും അനങ്ങാമ്പാറ നയം ബിനോയ് വിശ്വം സ്വീകരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും CPM-ന് ഉണ്ടായിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് പറയാൻ ബിനോയ് വിശ്വം തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്തു. ആ വീഡിയോയുടെ തലവാചകം എന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വത്തിൻ്റെ വഴി പുറത്തേക്കോ എന്നുള്ളതായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, CPM-ന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആ തിരിച്ചടി ഉണ്ടായതിൽ പിണറായി വിജയനുള്ള പങ്ക്, പിണറായി വിജയൻ്റെ നയങ്ങൾക്കുണ്ടായിട്ടുള്ള പങ്ക്, ഇതെല്ലാം CPI-യുടെ ജില്ലാ കമ്മിറ്റികളെല്ലാം ഒന്നിന് പുറകെ ഒന്നായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ അവിടെ പറഞ്ഞു. പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു,
CPIയുടെ ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ചർച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് CPIയുടെ അണികളും പൊതുവിൽ ജനങ്ങളും ആ നിലപാട് തന്നെ സ്വീകരിച്ചതുകൊണ്ടാണ് CPIയുടെ ജില്ലാ കമ്മിറ്റികളിൽ ഇതുപോലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ചർച്ചകൾ ജനങ്ങളുടെ ഇടയിലും ഇങ്ങനെയുള്ള ചർച്ചകൾ CPIയുടെ അണികൾക്കിടയിലും ഇങ്ങനെയുള്ള ചർച്ചകൾ CPIയുടെ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതൊന്നും കണ്ട് മുഖവിലക്കെടുക്കാൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാവുന്നില്ല. ഇത് ഞാൻ അസന്നിഗ്ധമായി ഞാൻ പറഞ്ഞു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി സ്വാംശീകരിക്കേണ്ടത് CPI എന്ന് പറഞ്ഞ പാർട്ടിയുടെ വികാരമല്ലേ സുഹൃത്തുക്കളെ? CPIക്കാരുടെ വികാരമല്ലേ CPIയുടെ സംസ്ഥാന സെക്രട്ടറി സ്വാംശീകരിക്കേണ്ടത്? പൊതുവിൽ ജനങ്ങളുടെ വികാരമല്ലേ സംസ്ഥാന സെക്രട്ടറി CPIയുടെ സംസ്ഥാന സെക്രട്ടറി സ്വാംശീകരിക്കേണ്ടത്? അതൊന്നും സ്വാംശീകരിക്കാതെ ആർക്കെതിരായിട്ടാണ് വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത്? CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെയും CPMൻ്റെ തെറ്റായ നയങ്ങളെയും ന്യായീകരിക്കുന്ന ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോവുകയാണോ എന്നുള്ള വാദം ഞാൻ ഉന്നയിച്ചിരുന്നു. എന്ന് മാത്രമല്ല, CPIയുടെ മുൻ സെക്രട്ടറിമാരായിരുന്ന CK ചന്ദ്രപ്പനും വെളിയം ഭാർഗവനും ഒക്കെ എടുത്തിരുന്ന സമീപനം ബിനോയ് വിശ്വം ഓർക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ളൊരു വീഡിയോയും കൂടി ഞാൻ ചെയ്തിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഇത് 2 വീഡിയോകളും വരികയും ഇത് രണ്ടും വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തപ്പോൾ ബിനോയ് വിശ്വത്തിന് ഇരിക്കപ്പുറതിയില്ലാതായി വരികയും ആ ഇരിക്കപ്പുറതിയില്ലാതായി വന്നതിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയിലാണ് മനു തോമസ് ഇതുപോലെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് CPMനെ വിമർശിക്കുന്ന ഒരു പത്രക്കുറിപ്പുമായി ബിനോയ് വിശ്വം വരാനിടയായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും കള്ളക്കടത്ത് പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടും കണ്ണൂർ ജില്ലാ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആദ്യമായിട്ടല്ല വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ആകാശ് ചില്ലങ്കേരിയെക്കുറിച്ചും അർജുൻ ആയങ്കിയെക്കുറിച്ചുമൊക്കെയുള്ള വിമർശനങ്ങൾ ഇപ്പോഴല്ല ഉയർന്നു വരുന്നത്. ഇതൊക്കെ നേരത്തെയും ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആ ഉയർന്നു വന്ന സമയങ്ങളിലൊന്നും ബിനോയ് വിശ്വം കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു, അപ്പോഴൊന്നും ബിനോയ് വിശ്വം ഒന്നും പറഞ്ഞിട്ടില്ല. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കാൻ ചെന്നവരുടെ തലയടിച്ചു കൂട്ടിയപ്പോൾ ജീവൻ രക്ഷാപ്രവർത്തനം ആണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും ബിനോയ് വിശ്വം ഒന്നും പറഞ്ഞിട്ടില്ല. മറിയക്കുട്ടി പിച്ചച്ചട്ടിയെടുത്ത് ഭിക്ഷാപാത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന് പിച്ച തെണ്ടിയപ്പോൾ ബിനോയ് വിശ്വം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം നിശബ്ദനായിരുന്ന ബിനോയ് വിശ്വം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായിട്ടുള്ള പരാജയം ഉണ്ടായപ്പോൾ CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശിക്കുമ്പോൾ പോലും നിശബ്ദനായിരുന്ന ബിനോയ് വിശ്വം പൊടുന്നനെ CPMനെതിരെ വലിയ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ചെയ്ത വീഡിയോകൾ ഒരു പങ്ക് എങ്കിലും വഹിച്ചിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. എന്തായാലും CPMനെതിരെ ശക്തമായ നിലപാട് ബിനോയ് വിശ്വത്തിന് എടുക്കാൻ കഴിഞ്ഞതിൽ അത് വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനെ എടുപ്പിച്ചതിൽ ഒരു പങ്കിൻ്റെ വീഡിയോകൾക്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് വളരെ അഭിമാനകരമാണ് എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.